മുങ്ങിയാലെന്തോ മഞ്ഞിൽ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങിയാലെന്തോ മഞ്ഞിൽ ആദയം മാറിയോ ആനന്ദമേറിയോ വാഴുന്നു ഭീതിയങ്ങേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിപ്പോ വായിച്ചത് എഫെസ്യർ 3-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വാക്യങ്ങളിൽ അതിന്റെ 16 മുതൽ 19 വരെയുള്ള ഒരു 4 വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് പൗലോസ് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ തന്റെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പൗലോസിന്റെ പ്രാർത്ഥനയെല്ലാം പഠിച്ചായിരുന്നു. പക്ഷെ ഈ ഒരു 4 വാക്യത്തിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ആ 16-ാമത്തെ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? അകത്തെ മനുഷ്യൻ. അപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, അകത്തെ മനുഷ്യൻ. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യനെ കുറിച്ചും ആ മനുഷ്യനെ ദൈവഹിതപ്രകാരം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമുക്കറിയാം, അതായത് നമ്മളും അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മളും ലോകത്തിലായിരിക്കുന്ന മറ്റനേകം വ്യക്തികളും തമ്മിൽ അനേക വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു വ്യത്യാസമാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തുണ്ട്? അതായത് നമ്മുടെ ഈ ഭൗമികമായ നമ്മുടെ പുറമേ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൗമികമായ ശരീരത്തെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട് എന്ന് നമുക്ക് ആ സത്യം നമുക്ക് അറിയാം. പലപ്പോഴും ഇന്ന് ലോകത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അവര് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ഈ പുറമേയുള്ള ബാഹ്യമായ ശരീരത്തിനാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് ഈ സത്യം അറിയാമെങ്കിൽ പോലും ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഈ അകത്തെ മനുഷ്യനെ കുറിച്ച് എന്ത് ചെയ്യും? പലപ്പോഴും മറന്നു പോകും, അല്ലെ? ഈ അകത്തൊരു മനുഷ്യനുണ്ട്, എനിക്ക് അകത്തൊരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ എന്റെ ആത്മാവിനുള്ള പ്രാധാന്യം ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും എന്ത് ചെയ്യും? മറന്നു പോകാറുണ്ട്. നമ്മൾ ഈ ലോകത്തില് നമ്മുടെ ഈ പുറമേയുള്ള ശരീരത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ അകമേയുള്ള ആ ആത്മാവിനെ അല്ലെങ്കിൽ അകത്ത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞാൽ, ആത്മാവിനെ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. അപ്പൊ നമ്മുടെ അകത്ത് എന്തുണ്ട്? ഒരു മനുഷ്യനുണ്ട്, അല്ലെ? ഈ മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ വളരുവാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെടുക്കാം 2 കൊരിന്ത്യർ 4:16 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടരുത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് പൗലോസ് പറയുന്നത്? ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ക്ഷയിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള പല വ്യക്തികളും പുറമേയുള്ള ഈ ബാഹ്യമായ ശരീരത്തിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ എന്ത് ചെയ്യും? നശിച്ചു പോകും. പക്ഷേ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരുങ്ങാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മുടെ അകത്തുള്ള മനുഷ്യന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കണം, ദൈവം എന്റെ അകത്തെ മനുഷ്യനെ. അത് നമ്മൾ തിരിച്ചറിയാം. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ്? നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ത് ചെയ്യണം? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ആ 16-ാമത്തെ വാക്യത്തിന്റെ വീപ്പാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം ഇതാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവഹിതപ്രകാരം വളരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ദൈവത്തിന്റെ ശക്തിയാൽ ബലപ്പെടണം, അല്ലെ? എത്ര പേര് ഇത് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ്? നമ്മളെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശക്തിയിൽ എന്ത് ചെയ്യണം? ബലപ്പെടണം. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഇവിടെ പലപ്പോഴും സഭയിൽ വരുമ്പോൾ നമ്മൾ ചോദിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെ പോകുന്നുണ്ട്, അല്ലെ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മീയ ജീവിതം എന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് എന്ന് പറയുന്നത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളടുത്ത് പലപ്പോഴും പലരും വന്ന് ചോദിക്കും, നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ആ കുഴപ്പമില്ല എന്ന്
പറയുന്ന നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശക്തിയിൽ എന്ത് ചെയ്യണം? ബലപ്പെടണം, അല്ലെ? നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? തകർന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ, പ്രതികൂല അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? പലപ്പോഴും ക്ഷീണിച്ചു അല്ലെങ്കിൽ മടുത്തു, ഇനി എനിക്ക് വലിയ ദൈവമേ എന്ന് പലപ്പോഴും പറയുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. അതിന്റെ 17ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതെന്നും വരം നൽകണമെന്നും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അതിന്റെ താഴോട്ട് നമുക്ക് ഇപ്പൊ വായിക്കുന്ന അതിന്റെ 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പോ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരാനായിട്ട് ഓരോ ദിവസവും അത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ്. ക്രിസ്തു എന്ത് ചെയ്യണം? എന്നില് വസിക്കണം. ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്റെ കൂടെ ആരുണ്ടായിരിക്കണം? ക്രിസ്തു ഉണ്ടായിരിക്കണം. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ദൈവം ഞാൻ പോകുന്ന എന്റെ പോക്കിലും എന്റെ നടപ്പിലും ഒക്കെ എന്റെ കൂടെ എന്റെ ദൈവം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവം എന്റെ കൂടെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം, അല്ലെ? വസിക്കുക എന്ന് ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, അല്ലെങ്കിൽ വസിക്കേണ്ടത്. ക്രിസ്തു എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവനിലും അവനില്ലേ, അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല, ദൈവം എപ്പോഴും എന്താണ്? എന്നോടൊപ്പം വസിക്കാനായിട്ട് റെഡിയാണ്. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളുമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? മാറിപ്പോകുന്നത്. ദൈവത്തെ എന്ത് ചെയ്യാം? ദൈവം എന്റെ അടുക്കലോട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? മാറി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. എന്റെ അകത്തെ മനുഷ്യൻ എപ്പോഴും, അല്ലെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരണമെങ്കിൽ ഞാൻ ഓരോ ദിവസവും എന്ത് ചെയ്യണം? ദൈവത്തിൽ വസിക്കുന്നവനായി മാറണം, അല്ലെ? ദൈവം എന്നിലും ഞാൻ അവനിലും എന്ത് ചെയ്യണം? വസിക്കണം. ഈ വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ദൈവം എന്നിൽ വസിക്കാനായിട്ട് റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം ആരാണ്? വിശുദ്ധനാണ്. ദൈവം ആരാണ്? വിശുദ്ധനാണ്. പക്ഷേ ഈ വിശുദ്ധനായ ദൈവം എന്റെ ഹൃദയത്തിലോട്ട് വന്ന് വസിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? വിശുദ്ധിയോടെ ആയിരിക്കണം. എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം ഓരോ ദിവസവും അതിനെ കണ്ടെത്തി അതിനെ തിരുത്താനായിട്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എങ്കിൽ മാത്രമേ എന്റെ ഹൃദയത്തിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന് വന്ന് വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ 3ാമത്തെ കാര്യം ഇതാണ്. അതിന്റെ 19ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ എന്റെ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3ാമത്തെ കാര്യം ഇതാണ്. എന്താണ്? ദൈവത്തെ ഞാൻ അറിയണം, അല്ലെ? ദൈവത്തെ ഓരോ ദിവസവും ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവത്തെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? രുചിച്ചറിയണം. നമ്മൾ വചനം പറഞ്ഞ പോലെ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയും. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇവിടെ വരുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവം നല്ലവനാണ്, അല്ലെങ്കിൽ ദൈവം യഹോവ റാഫയാണ്, എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം വ്യക്തിപരമായിട്ട് നമ്മൾ രുചിച്ചറിയുന്നോ അതുപോലെ ആയിരിക്കും ഞാനും ദൈവം, അല്ലെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ കേൾക്കുന്ന ആ കേട്ട അറിവിൽ മാത്രം നിന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? എന്റെ അകത്തെ മനുഷ്യൻ വളരത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം? അത് ദൈവത്തെ ഗ്രഹിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യണം? അറിയണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം ഇതാണ്. എന്റെ അകത്തെ മനുഷ്യൻ, അല്ലെ? ഈ പുറമെ നശിച്ചു പോകുന്ന ഈ പുറമേ ഉള്ള ശരീരത്തെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട എന്റെ അകത്ത് വസിക്കുന്ന ഒരു ആത്മാവുണ്ട്, അല്ലെങ്കിൽ എന്റെ അകത്ത് വസിക്കുന്ന ആ മനുഷ്യന് ഞാൻ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം കൊടുത്ത് ആ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരണമെങ്കിൽ നമ്മൾ പറഞ്ഞ 1ാമത്തെ കാര്യം ദൈവവചനമാണെങ്കിൽ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ എന്റെ കൂടെ എപ്പോഴും, അല്ലെങ്കിൽ ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വസിക്കണം. ദൈവം എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. 3ാമത്തെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? എന്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. ഓരോ ദിവസവും എന്റെ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് രുചിച്ചറിയണം. അപ്പോ എന്ത് ചെയ്യും? എന്റെ അകത്തെ മനുഷ്യന് വളരാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ 3 കാര്യങ്ങളും പരസ്പരം, ഇതിൽ ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളും എന്താണ്? പരസ്പരം കണക്റ്റഡാണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധമുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പറയുന്ന കാര്യം ദൈവത്തിൽ വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെ? ഒരു ചഞ്ചലമുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ അതിൽ ശക്തിപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൽ വസിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ദൈവത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ രുചിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെ? ദൈവത്തില് ഞാനും ദൈവവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? അവനെ അറിയും, അല്ലെ? ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ പോലും ആ മനുഷ്യൻ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? കൂടുതൽ നമ്മൾ അവനുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിയും. അപ്പൊ അതുപോലെ
ദൈവത്തിൽ നമ്മൾ എത്രത്തോളം വസിക്കുന്നുണ്ടോ അതുപോലെ അതിനനുസരിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളും എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അകത്തെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മൾ പുറമേ ഉള്ള ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തെക്കാളും ഉപരി നമ്മുടെ അകത്തുള്ള ആ ആത്മാവിന് എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കണം. നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുവാനായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. ദൈവം എല്ലാവരും